ongoing thing. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. WEFI SSFൻ്റെ SSLC എക്സലൻസി ടെസ്റ്റ് 2021 എന്ന പേരിൽ നടത്തിയ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ വരാൻ പോകുന്ന SSLC പരീക്ഷയുടെ അതേ ക്വസ്റ്റ്യൻ പാറ്റേണിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ 5 ചോദ്യങ്ങൾ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ. ഇവിടെ പ്രൊജക്ട് ടൈഗർ എന്ന പാഠത്തിലെ ഒരു പാസേജാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഐ റിയലൈസ്ഡ് ഹൗ റെവറൻ്റ്ലി ദീസ് ആനിമൽ ആക്ടേഴ്സ് വെർ ട്രീറ്റഡ് വെൻ ഐ ഹാപ്പൻ ടു സീ ദ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം 20 years ago in Disney Studio in Hollywood. The main character in this film was a large dog. I reached the studio to find that the shooting had not yet started. The cameraman was getting the lights ready. It's customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. In the case of very famous stars, this job is done by their stand-ins. A stand-in is usually a person who is physically similar to the real star. The stars themselves arrived only when the lights are ready and it is time to take a shot. ഇനി ചോദ്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി ട്രീറ്റ് ദ ആനിമൽ ആക്ടേഴ്സ്? ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയാണ് ആനിമൽ ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്തത്? അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം. ദ ഹോളിവുഡ് ട്രീറ്റഡ് ആനിമൽ ആക്ടേഴ്സ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്റ്റ്. വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവരോട് പെരുമാറിയത്. Which studio is mentioned in the passage? ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോ ഏതാണ്? The studio mentioned here is Disney Studio in Hollywood. Who is a stand-in? ആരാണ് stand-in എന്ന് പറയുന്നത്? Stand-in is a person who is physically similar to the real star and who performs difficult actions for the film star. അതായത് ഒരു ഫിലിം സ്റ്റാറിന് വേണ്ടി ഏകദേശം അയാളുടെ രൂപവും ഷേപ്പും ഒക്കെ ഹൈറ്റും ഒക്കെ ഉള്ള ഒരു വ്യക്തി അയാൾ ചെയ്യേണ്ട അപകടകരമായ ചില ആക്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന ആളെയാണ് നമ്മൾ സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്. വെൻ ഡസ് ദ സ്റ്റാർ അറൈവ്? ദ സ്റ്റാർ അറൈവ്സ് ഓൺലി വെൻ ദ ലൈറ്റ്സ് ആർ റെഡി ആൻഡ് വെൻ ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ദ ഷോട്ട് എടുക്കേണ്ട സമയത്ത് മാത്രമാണ് സാധാരണ സ്റ്റാർസ് വരാറുള്ളത്. Pick out a word which means with great respect in the passage. ഇവിടെ ഗ്രേറ്റ് റെസ്പെക്റ്റ് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് എടുത്തെഴുതാനാണ്. അപ്പോൾ ഇവിടെ റെവറൻ്റ്ലി എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇനി 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പോയവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പാഠത്തിലെ ചില വരികളാണ് തന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. 6ാമത്തെ ചോദ്യം, വൈ വാസ് ഫാദർ ഗില്ലിഗൻ വെയറി? ഫാദർ ഗില്ലിഗൻ വളരെ ക്ഷീണിതനായിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ ഈ പോയത്തിലെ വരികൾ എടുത്തെഴുതുകയല്ല, അത് സെൻറ്റൻസ് ആക്കി തന്നെ എഴുതുക. ഫാദർ ഗില്ലിഗൻ വാസ് വെയറി because he was doing his priestly obligations and the people in his parish were dying. He was busy with his duty and so he was weary without any rest. 7ാമത്തെ ചോദ്യം, why was his flock either in bed or lying under green sods? His flocks were either in bed or lying under green sod because the people in his parish were attacked by an epidemic that killed half of the people already and half of them are already affected by the epidemic and waiting for their death. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് റെഫർഡ് ടു ആസ് മോത്ത് അവർ ഓഫ് ദ ഈവ്? മോത്ത് അവർ ഓഫ് ദ ഈവ് ഈസ് എ ടൈം വെൻ ദ മോത്ത്സ് അപ്പിയർ ഇൻ സ്വാംസ് ഇൻ ലാർജ് ഗ്രൂപ്സ്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ മോർണിംഗ് ഓർ ഇൻ ദി ഈവനിങ്. ഹിയർ ഇറ്റ് ഈസ് റെഫറിംഗ് ടു ദ മോത്ത് അവർ ഇൻ ദി ഈവനിങ്. ഐഡൻറ്റിഫൈ എ വിഷ്വൽ ഇമേജ് ഫ്രം ദി എബവ് ലൈൻസ്. ഇവിടെയുള്ള ഒരു വിഷ്വൽ ഇമേജ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഗ്രീൻ ഷോർട്ട്സ് എഴുതാം, ചെയർ എഴുതാം, മോത്ത് അവർ എഴുതാം. അങ്ങനെ ഏതെങ്കിലും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇവിടെ വിഷ്വൽ ഇമേജിന് ഉദാഹരണമായിട്ട് എഴുതാവുന്നതാണ്. 10ാമത്തെ ചോദ്യം ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ. 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്.
അടുത്ത ചോദ്യവും ഇതുപോലെ തന്നെ ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഫ്രം ദി പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. Read the following lines from the poem The Ballad of Father Gilligan and prepare a note of appreciation focusing on the theme, images and poetic devices. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പോയത്തിലെ തീം, അതുപോലെ തന്നെ ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം 12 മുതൽ 16 വരെയുള്ള 5 ചോദ്യങ്ങൾ, ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒരു അൺഫെമിലിയർ പാസേജ്, ഒരു പുതിയ ഒരു പാസേജ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ പാസേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഡ്യൂക്കേഷൻ ഈസ് എ ലൈറ്റ് ദാറ്റ് ഷോസ് മാൻകൈൻഡ് ദ റൈറ്റ് ഡിറക്ഷൻ ടു സെർച്ച്. If education fails to inculcate self-discipline and commitment in the mind of students, it is not their fault. We have to convert education into a sport, and the learning process has to generate interest in the students and motivate them to stay back in the institution rather than to run away from it. It is an integral part of their growth and helps them become good citizens. Education is an engine for the growth and progress of any society. It's not only imparts knowledge, skills and values, but is also responsible for building human capital which breeds, drives and sets technological innovation and economic growth. ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. How is education helpful to man? ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഹൗ ഈസ് എഡ്യൂക്കേഷൻ ഹെൽപ്ഫുൾ ടു മാൻ? എഡ്യൂക്കേഷൻ എങ്ങനെയാണ് മനുഷ്യനെ സഹായിക്കുന്നത്? എഡ്യൂക്കേഷൻ ഈസ് എ ലൈറ്റ് ദാറ്റ് ഷോസ് മാൻകൈൻഡ് ദ റൈറ്റ് ഡയറക്ഷൻ ടു സെർച്ച് എന്നുള്ള ഒന്നാമത്തെ സെൻറ്റൻസ് എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ചേഞ്ചസ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ? എന്തൊക്കെ മാറ്റങ്ങളാണ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരേണ്ടത്? അതിവിടെ അടുത്ത സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വി ഹാവ് ടു കൺവേർട്ട് എഡ്യൂക്കേഷൻ ഇൻ ടു എ സ്പോർട്ട് ആൻഡ് ദ ലേണിംഗ് പ്രോസസ് ഹാസ് ടു ജനറേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റുഡൻസ് ആൻഡ് മോട്ടിവേറ്റ് ദം ടു സ്റ്റേ ബാക്ക് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റാദർ ദാൻ ടു റൺ അവേ ഫ്രം ഇറ്റ്. അപ്പോൾ കുട്ടികളുടെ താല്പര്യം ഉണ്ടാവണം, ഇതിൽ നിന്ന് ഓടിപ്പോകാനല്ല, ഇതിനോട് ചേർന്ന് നിൽക്കാൻ കുട്ടികൾക്കൊരു താല്പര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. What else does education impart other than knowledge, skills and values? വിദ്യാഭ്യാസം നമുക്ക് അറിവും സ്കിൽസും വാല്യൂസും മാത്രമല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നൽകുന്നത്? It is responsible, other than knowledge, skills and values, it is also responsible for building human capital, breeds, drives and sets technological innovation and economic growth. അടുത്ത ചോദ്യം, pick out a word that means the introduction of new things or ideas. അപ്പോൾ ഈ അർത്ഥം വരുന്ന വാക്ക് ഇവിടെ ഇന്നൊവേഷൻ എന്നുള്ളതാണ്. പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയൊരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നർത്ഥം വരുന്ന ആ ഒരു വാക്ക് ഇന്നൊവേഷൻ ആണ്. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ പാസേജ്. ഈ പാസേജിന് ചേരുന്ന ഒരു ഹെഡിങ് തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള അതിന് ചേരുന്ന ഏതെങ്കിലും ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാം. ഇനി 17 മുതൽ 21 വരെയുള്ള 5 ചോദ്യങ്ങൾ, 7 മാർക്ക് വീതമുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 120 വേർഡ്സിൽ എഴുതാനുള്ള ചോദ്യങ്ങളാണ്. ദ ബോയ് വാസ് ത്രിൽഡ് അറ്റ് സീയിങ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് മംഗൂസ്. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഡിസ്ക്രൈബിംഗ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇവിടെ ഫൈറ്റ് സീൻ്റെ ഒരു നറേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ചോദ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹിൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു നറേഷൻ എഴുതുക, നറേഷൻ ഓഫ് ദ ഫൈറ്റ് സീൻ. 18ാമത്തെ ചോദ്യം, The best investment I ever made is a story that tells how a man was brought back to life. Imagine that you narrate the story to one of your friends. Prepare the narrative. അപ്പോൾ ഇവിടെ the best investment I ever made എന്നുള്ളതിൻ്റെ സ്റ്റോറി നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ എഴുതുക. ആവശ്യമായിട്ടുള്ള ഹിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. 19ാമത്തെ ചോദ്യം, The doctor in the story, the snake and the mirror, usually present things in a humorous manner. Analyze the humorous elements in the story and prepare a write-up describing how humor adds to the beauty of the story. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെയാണ്, ഈ സ്റ്റോറിയിൽ അതായത് സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള സ്റ്റോറിയിൽ ഹ്യൂമർ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ഹ്യൂമറസ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് തുടങ്ങിയതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാനുള്ള ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, ഇമാജിൻ ദാറ്റ് യു വർ റിയലി മോട്ടിവേറ്റഡ് ബൈ ദ സ്റ്റോറി ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. റീച്ചിങ് ഹോം യു നറേറ്റഡ് ദി സ്റ്റോറി ടു യുവർ മദർ. റൈറ്റ് ദ ലൈക്ലി നറേറ്റീവ്. ഈ ഒരു പാഠത്തിൻ്റെ കഥയാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ മദറിനോട് നറേറ്റ് ചെയ്യുന്നു. നറേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ രീതിയിൽ ഈ കഥ നിങ്ങൾ അമ്മയോട് പറയുന്ന രീതിയിൽ ഇതിൻ്റെ ഉത്തരം എഴുതുക. അപ്പോൾ ആ കഥ പറയുന്നതിന് ആവശ്യമായ ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നറേഷൻ എഴുതുക. 21ാമത്തെ ചോദ്യം, Taking only the stereotypical stories into consideration often mislead us. Do you agree with the statement? Prepare a write-up based on Adichai's speech, The Danger of a Single Story. അപ്പോൾ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സ്പീച്ചിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ്
നമുക്ക് തെറ്റായ ചിന്തകൾ ഉണ്ടാകുന്നത്. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് ആ ഒരു സ്പീച്ചിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പ് നിങ്ങൾ തയ്യാറാക്കുക. ഹൗ ഡേഞ്ചറസ് ഈസ് ദിസ് സിംഗിൾ സ്റ്റോറി ഈസ് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതാനാണ്. അപ്പോൾ അതിന് വേണ്ട ഹിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി 22 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾ 80 വേർഡ്സിൽ എഴുതാനുള്ള ചോദ്യമാണ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 6 ചോദ്യങ്ങളാണ് ഉള്ളത്. 22ാമത്തെ ചോദ്യം, മിസ്റ്റർ സത്യജിത് റായ് വാണ്ട്സ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ദ ചെയർമാൻ ഓഫ് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഫോർ ഷൂട്ടിംഗ് എ ഫിലിം ഇൻ വിച്ച് എ ടൈഗർ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ദീസ് ലെറ്റർ. അപ്പോൾ ഇവിടെ ഒരു ഫോർമൽ ലെറ്ററാണ്. ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാൻ എഴുതുന്ന ഫോർമൽ ലെറ്ററാണ്. അപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ ഒരു സ്ട്രക്ചറിൽ വേണം ഈ ഒരു ലെറ്റർ എഴുതാൻ. 23ാമത്തെ ചോദ്യം, ദ ന്യൂസ് അബൌട്ട് ദ റോബറി ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഹോമിയോപ്പത്സ് ഹൗസ് അപ്പിയർഡ് ഇൻ ദ ലീഡിംഗ് ഡെയിലി റൈറ്റ് ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടാണ്, ഹോമിയോപ്പത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറിയ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ എഴുതേണ്ടത്. 24ാമത്തെ ചോദ്യം, the literary club of your school is conducting an elocution competition based on the story Wonka by Anton Chekhov. The topic for the speech is child labor in India. Prepare the likely speech. ഇവിടെ ഒരു സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ക എന്ന് പറയുന്ന പാഠത്തെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് നടത്തിയ ഒരു എലക്യൂഷൻ കോമ്പറ്റീഷനിൽ ചൈൽഡ് ലേബർ ഇൻ ഇന്ത്യ എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു സ്പീച്ചാണ് ഇവിടെ എഴുതേണ്ടത്. 25ാമത്തെ ചോദ്യം, മാർത്ത വാസ് ഷോക്ക്ഡ് വെൻ ദ പ്രിൻസിപ്പൽ ഇൻഫോംഡ് ഹെർ ദാറ്റ് ദ പോളിസി റിഗാർഡിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹാഡ് ബീൻ ചേഞ്ച്ഡ് ദാറ്റ് ഇയർ ബട്ട് ഫൈനലി ഷി വൺ ഇറ്റ്. Imagine that she writes a letter to her friend describing her experience. Draft the likely letter. ഇവിടെ മാർത്തയുടെ സുഹൃത്തിന് അയക്കുന്ന ഒരു ലെറ്ററാണ്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്, ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ് ഇവിടെ എഴുതേണ്ടത്. 26ാമത്തെ ചോദ്യം, എ മാൻസ് ലൈഫ് ഈസ് ഷേപ്ഡ് ബൈ ദ സറൗണ്ടിങ്സ് in which have lives. Imagine you are asked to deliver a speech in the school assembly on the topic prepare the speech in the light of the story the best investment I ever made. ഒരു വ്യക്തിയുടെ ജീവിതം അയാൾക്ക് ചുറ്റുമുള്ള ആളുകളും ചുറ്റുപാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ആ ഒരു ആശയം പറയുന്ന ഒരു സ്റ്റോറിയാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സ്പീച്ച് തയ്യാറാക്കാനുള്ള ചോദ്യമാണ് ഇത്. അടുത്ത ചോദ്യം ഒരു പ്രൊഫൈൽ എഴുതാനുള്ള ചോദ്യമാണ്. WBHൻ്റെ പ്രൊഫൈൽ, അതിൻ്റെ ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ സെൻറ്റൻസുകളാക്കി എഴുതി ഒരു പ്രൊഫൈലാക്കി എഴുതേണ്ടതാണ്. 28 മുതൽ 36 വരെയുള്ള 9 ചോദ്യങ്ങൾ, 5 മാർക്ക് വീതമുള്ള 9 ചോദ്യങ്ങളാണ്. അത് 50 വേർഡ്സിൽ എഴുതാനുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളും നോക്കാം. 28ാമത്തെ ചോദ്യം, after the Cobra Mongoose episode, the boy goes to meet his grandfather and tells him about the fight between them. Construct a conversation between the boy and his grandfather based on the event. ഇവിടെ ഒരു കോൺവെർസേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. ബോയിയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. കുട്ടി ഈ സ്നേക്കും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് കണ്ടു, അതിനുശേഷം ഗ്രാൻഡ് ഫാദറുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അത് ആണ് ഇവിടെ ഈ ഒരു കോൺവെർസേഷനിൽ എഴുതേണ്ടത്. 29ാമത്തെ ചോദ്യം, ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ റൈറ്റ്സ് അബൌട്ട് ഹിസ് സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഡയറി. പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. ആ ഡോക്ടറുടെ ഡയറിയാണ് എഴുതേണ്ടത്. 30ാമത്തെ ചോദ്യം, സത്യജിത് റായ് arranges a press meet soon after the shooting of his film Gubi Gain Bhaga Bain. You are one of the reporters present on the occasion. Prepare 5 questions that you may ask Rai about the shooting. അപ്പോൾ സത്യജിത് റായ് തൻ്റെ സിനിമയായ ഗുബി ഗൈൻ ഭാഗ ബൈനിയുടെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നു. അപ്പോൾ നിങ്ങൾ അതിലൊരു റിപ്പോർട്ടറാണ്. അപ്പോൾ അദ്ദേഹത്തോട് അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ 5 ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ പ്രിപ്പയർ 5 questions to be asked to Mr. സത്യജിത് റായ്. 31ാമത്തെ ചോദ്യം, ദ സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് delineates the experience of A.J. Cronin while he was on a cruise. He came across a fellow voyager who had been earnestly watching him. From the steward, the author got to know that the young man was Mr. John. Prepare a brief character sketch of Mr. John. Mr. Johnൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം, Wanga's grandfather was sad after he had let the boy at Aliakin's workplace. He writes his feelings in his diary. Prepare the likely diary entry of the grandfather. ഗ്രാൻഡ്ഫാദറിൻ്റെ ഡയറിയാണ് ഇവിടെ എഴുതേണ്ടത്. കോൺസ്റ്റാൻറ്റിൻ മാക്കറിച്ചിൻ്റെ ഡയറി. 33ാമത്തെ ചോദ്യം, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് ദ പ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഡ്രാഫ്റ്റ് എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ഓൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ടു വാച്ച് ദ പ്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിങ്ങളുടെ സ്കൂളിൽ സ്നേക്ക് ആൻഡ് ദ മിറർ അതുമായി ബന്ധപ്പെട്ടൊരു നാടകം അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനുള്ള ചോദ്യമാണ് 33ാമത്തത്. 34ാമത്തെ ചോദ്യം, ആൻഡ് ജെയിൻ ഈസ് വറീഡ് അബൌട്ട് ദ ഫൂളിഷ് വേ ഓഫ് ലിവിംഗ് ഓഫ് ജാക്ക്. ഷി വാണ്ട്സ് ടു മേക്ക് ഹിം
aware of the deep consequences of installment scheme. Prepare the likely conversation between Jack and Aunt Jane. അപ്പോൾ ജാക്കും ആൻഡ് ജെയിനും തമ്മിൽ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. 35ാമത്തെ ചോദ്യം. ഇൻ ദ ഷോർട്ട് സ്റ്റോറി ദ കാസ്റ്റ് അവേ ടാഗോർ ഡെപിക്സ് ദ പത്തറ്റിക് പ്ലൈറ്റ് ഓഫ് ദ ബോയ് നീലകണ്ഠ. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ബോയ്. ഇവിടെ നീലകണ്ഠ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യമാണ്. അലി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് നറേറ്റിംഗ് ഹിസ് മെൻ്റൽ സ്റ്റേറ്റ് അബൌട്ട് മിസ്സിംഗ് സാറാസ് ഷൂ. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. അലിയുടെ സുഹൃത്തിന് തൻ്റെ സിസ്റ്ററിൻ്റെ ഷൂസ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ എഴുതുന്നു. അത് തനിക്കുണ്ടായ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്ററാണ്. അപ്പോൾ അലീസ് ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ്, ഇൻഫോർമൽ ലെറ്ററാണ്. 37ാമത്തെ ചോദ്യം ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. രണ്ടാളുകൾ തമ്മിലുള്ള കോൺവെർസേഷനാണ്. മിസ്റ്റർ ജോൺ ആൻഡ് ഡോക്ടർ. മിസ്റ്റർ ജോൺ, ഡു യു റിമെമ്പർ മീ സർ? സോറി, ഐ ഡോണ്ട്. യു സേവ്ഡ് മീ ഫ്രം എ സൂയിസൈഡ് അറ്റംപ്റ്റ്. ക്യാൻ യു റിമെമ്പർ? അവിടെ ക്യാൻ യു റിമെമ്പർ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഐ റിമെമ്പർ യു നൗ. ഇനി അതിനുശേഷം ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു, അതിൻ്റെ ഉത്തരം യെസ് എന്നാണ്. അപ്പോൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ ആർ യു ദാറ്റ് പേഴ്സൺ, ആർ യു ദ പേഴ്സൺ ഹും ഐ സേവ്ഡ് എന്ന് നമുക്ക് ചോദിക്കാം. ബി യെസ്. അത് കഴിഞ്ഞ് മിസ്റ്റർ ജോൺ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസറായിട്ട് ഡോക്ടർ പറയുന്നത് ഐ എം ഗോയിങ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, വെയർ ആർ യു ഗോയിങ്? ഐ എം ഗോയിങ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത് കഴിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഡോക്ടർ. അതിൻ്റെ ആൻസർ ഐ ലിവ് ഇൻ ലണ്ടൻ. അപ്പോൾ അവിടെ നമുക്കൊരു ചോദ്യം വേണം. വെയർ ഡു യു ലിവ് മിസ്റ്റർ ജോൺ? I live in London. If you had not saved me that day, I would have died. ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഹാഡ് പ്ലസ് V3 ടൈപ്പ് 3 ആണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. മെയിൻ ക്ലോസിൻ്റെ ഭാഗം വുഡ് ഹാവ് പ്ലസ് V3 വേണം. അപ്പോൾ ഇഫ് യു ഹാഡ് നോട്ട് സേവ്ഡ് മീ ദാറ്റ് ഡേ ഐ വുഡ് ഹാവ് ഡൈഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ എ ക്യാൻ യു, ബി ആർ യു ദാറ്റ് പേഴ്സൺ, സി വെയർ ആർ യു ഗോയിങ്, D. Where do you live? E. I would have died. 38ാമത്തെ ചോദ്യം എഡിറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിലെ മിസ്റ്റേക്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റ് ചെയ്യുക. Another lovely thought struck me. I would got married to a woman. അപ്പോൾ I would got എന്ന് നമ്മൾ പറയാറില്ല. will, would, shall, should, could ഇതിങ്ങനെയുള്ള വെർബിനൊക്കെ ശേഷം നമ്മൾ V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ I would get married to a woman doctor who ഹാവ് അല്ല ഹാഡ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ എന്നാണ്. അത് ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇഫ് ഐ മെയ്ഡ് സം മിസ്റ്റേക്ക് അല്ല, അവിടെ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. മിസ്റ്റേക്സ്. ആൻഡ് നീഡ്സ് ഇവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ആൻഡ് നീഡഡ് ടു റൺ അവേ. ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ. കാരണം ടൂവിന് ശേഷം B1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ടു റൺ ആഫ്റ്റർ മീ. അപ്പോൾ എ വുഡ് ഗെറ്റ്, ബി ഹാഡ്, സി മിസ്റ്റേക്സ്, ഡി നീഡഡ്, ഇ റൺ ആഫ്റ്റർ. 39ാമത്തെ ചോദ്യം നോക്കുക. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ചൂസിങ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബുകൾ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. റായ് ഡിസൈഡഡ് ടു പോസ്റ്റ്പോൺ ദ ഷൂട്ടിംഗ്. പോസ്റ്റ്പോൺ എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് പുട്ട് ഓഫ് ആണ്. പുട്ട് ഓഫ് ദ ഷൂട്ടിംഗ്. തോററ്റ് കുഡ് നോട്ട് ടോളറേറ്റ്. ടോളറേറ്റ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് പുട്ട് അപ്പ് വിത്ത് എന്നാണ്. കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് വേസ്റ്റിംഗ് ടൈം. ഹി സജസ്റ്റഡ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് പുട്ട് ഫോർവേഡ് ആണ്. ഹി പുട്ട് ഫോർവേഡ് ആൻ ഐഡിയ. He told Rai to shoot the scene from a new location near the circus camp. The shooting continued. Continued എന്ന അർത്ഥം വരുന്ന വാക്ക് ഇവിടെ went on എന്നാണ്. The shooting went on smoothly in the new location. So they performed well. Performed എന്ന അർത്ഥം വരുന്ന വാക്ക് ഇവിടെ carried out. They carried out well. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇവിടെ നമുക്ക് 5 കളികൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കളിയിൽ കുട്ടികളുടെ പേരാണ്. രണ്ടാമത്തെ കളിയിൽ അവർ പഠിക്കുന്ന ക്ലാസ്സുകൾ. മൂന്നാമത്തെ കളിയിൽ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള കുട്ടിയാണ്. നാലാമത്തെ കളിയിൽ അവർ പങ്കെടുത്ത ഇനം ഏതാണ്. അഞ്ചാമത്തെ കളിയിൽ അവർക്ക് ലഭിച്ച ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു വിഷ്വൽ ഡേറ്റ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഐറ്റം ഡിഡ് ബാസിത്ത് പാർട്ടിസിപ്പേറ്റ്? ബാസിത്ത് പങ്കെടുത്ത ഐറ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാസിത്തിൻ്റെ കളിയിൽ നമ്മൾ നോക്കുമ്പോൾ ബാസിത്ത് 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്, മലപ്പുറമാണ്,
പങ്കെടുത്ത ഐറ്റം വേഴ്സിഫിക്കേഷനാണ്. അപ്പോൾ 40ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വേഴ്സിഫിക്കേഷൻ എന്നാണ്. 41ാമത്തെ ചോദ്യം, വിച്ച് പാർട്ടിസിപ്പൻറ്റ് റെപ്രസെൻറ്റ്സ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. പാർട്ടിസിപ്പൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള കുട്ടി ഏതാണ്? അപ്പോൾ തൃശ്ശൂർ എന്നുള്ള ആ ഒരു കളിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം ആയിഷ എന്ന് പറയുന്ന കുട്ടിയാണ്. 42ാമത്തെ ചോദ്യം, ഹൂ ആർ ദ പാർട്ടിസിപ്പൻറ്റ്സ് ഫെയിൽഡ് ടു സെക്യൂർ എ ഗ്രേഡ് ഇൻ ദ ഫെസ്റ്റ്. ഈ ഒരു മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടാത്ത പാർട്ടിസിപ്പൻറ്റ്സ് ആരൊക്കെയാണ്? അപ്പോൾ നമ്മൾ അവസാനത്തെ കളിയിൽ നോക്കുമ്പോൾ 2 ബി ഗ്രേഡ് കാണുന്നുണ്ട്. ഒന്ന് അഞ്ജനയാണ്, ഒന്ന് നിഹാലയാണ്. അപ്പോൾ അഞ്ജന ആൻഡ് നിഹാല 2 പേരുടെ പേരും എഴുതണം. 43ാമത്തെ ചോദ്യം, ദ ഡിസ്ട്രിക്ട് വിച്ച് ഗോട്ട് ഫസ്റ്റ് പ്ലേസ് ഫോർ റെസിറ്റേഷൻ ഈസ് ഡാഷ്. ഇവിടെ ഡിസ്ട്രിക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെസിറ്റേഷന് ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ആ ഒരു ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. റെസിറ്റേഷൻ അത് കോഴിക്കോട് ജില്ലയാണ്. 44ാമത്തെ ചോദ്യം, നെയിം ദ ഓൺലി പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ലിസ്റ്റ് ഹൂ സ്റ്റഡീസ് ഇൻ ക്ലാസ് 8th. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരേ ഒരു പാർട്ടിസിപ്പൻറ്റ് ആരാണ്? പാർട്ടിസിപ്പൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 8ാം ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, അഞ്ജന. അപ്പോൾ അഞ്ജനയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം.